നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NANR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ ഒരു 250ഓളം പ്രഭാഷണങ്ങൾ ടോക്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു 4 years ബാക്ക് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് ആണ് അന്വേഷണം തുടങ്ങുകയും അത് പിന്നെ ഒരു കഴിഞ്ഞ പൂജവെപ്പിൻ്റെ ആ ടൈം തൊട്ടാണ് ഈ പ്രഭാഷണങ്ങൾ സീരീസ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു 1 വർഷം അടുത്ത മാസമാകും. ഒരു 250ഓളം പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളതല്ല. അപ്പം ഇത് എൻ്റെ ഒരു വേർഷനാണ്, ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതല്ല. അതിൽ 1-2 എണ്ണം മാത്രം, കുറച്ച് ബുക്ക് റിവ്യൂ മാത്രം എൻ്റേതല്ലാത്ത വ്യൂസ്, അതിനകത്ത് വ്യൂസ് അല്ലാതെ ബുക്ക് റിവ്യൂ ആണ്, എൻ്റെ ഒരിതല്ല. ബേസിക്കായിട്ട് ഇതിൻ്റെ ടീച്ചിങ്സ് എല്ലാം നമുക്ക് പറയാമെങ്കിൽ രമണ മഹർഷിയെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ജിത്തു കൃഷ്ണമൂർത്തിയെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയേണ്ടി വരും. കാര്യം ആർക്കെങ്കിലും ഇതിൽ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ വേറെ പുസ്തകങ്ങൾ വായിച്ച് സമയം മെനക്കെടുത്താതെ കാര്യം ഗണപതിയും മുരുകൻ്റെയും കാര്യം പറഞ്ഞ കണക്ക് എളുപ്പത്തിൽ കിട്ടും എന്ന് ചോദിച്ചാൽ ഇതിൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ അസസ്മെൻറ്റ്. പിന്നെ ന്യൂ ജനറേഷനായിട്ടുള്ള ആൾക്കാരെ ഞാൻ പെക്കാട്ടോളെ മതി, നീൽ വോൾഷ് മതി. അപ്പം വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് കുഴിക്കുക, ഇതെല്ലാ സ്ഥലത്തും കുഴിച്ചാൽ വെള്ളം കിട്ടത്തില്ല. അത് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും റിസർച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്നത് വലിച്ചു വാരി വായിക്കരുത്, നമ്മളെവിടെ എത്തത്തില്ല. വളരെ കൺഫൈൻ ചെയ്ത്, അപ്പം അങ്ങനെ കൺഫൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു റിസർച്ച് ഗൈഡ് വേണം. ഒരു സാധാ റിസർച്ച് ഗൈഡ് പോരാ, വളരെ ഷാർപ്പായിട്ടുള്ള. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ഗുരു മാസ്റ്റർ എന്ന് ഇവിടെയും പറയും. അപ്പോൾ അതൊക്കെ അവിടെ പോട്ടെ. അപ്പം ഈ ചാനലിലൊക്കെ ഒരു വീഡിയോസിൽ കണ്ട ഇതെല്ലാം കാണാൻ പറ്റും. സിദ്ധികൾ എന്താണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി, എന്താണ് നമുക്ക് ചുറ്റും കാണുന്നത്, അമ്പലങ്ങൾ എന്തിനാണ്, മതം എന്തിനാണ്, എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു എന്താണ് പറഞ്ഞത്, സത്സംഗം എന്ന് പറയുന്ന പാർട്ടിലൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പാർട്ടായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ അത് ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് ആൾക്കാരാണ് അതിലുണ്ടായിരുന്നത്. അതിൽ ഒരാൾ ടാരറ്റ് റീഡിങ് അറിയാവുന്നവർ, ഏഞ്ചൽ റീഡിങ് അറിയാവുന്നവർ, പിന്നെ ബാബാജിയുടെ ദീക്ഷ എടുത്തിട്ട് അതിൻ്റെ ഇത് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സൈക്കിക് ലെവലിലുള്ള ആൾക്കാർ, ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ബോക്സ്, പല ഏജ് ഗ്രൂപ്പിലുള്ളവർ അതിനകത്തുണ്ടായിരുന്നു. 70, 60, 50, 40, 20, പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടായിരുന്നു. അപ്പം ഇതിൽ ആക്ച്വലി ഏജ് അല്ല ഇതിനകത്ത്, എത്രത്തോളം ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളതെന്നുള്ളതാണ്. അപ്പം ഇതിൽ ഓരോരുത്തരും അവരുടേതായ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, തിയറിറ്റിക്കലിയും പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർ വളരെ കുറച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു 2 മണി തൊട്ട് 6 മണി വരെ ഒരു 4 മണിക്കൂർ ഈ ഒരു ചർച്ച തുടർന്നു. അപ്പം അതിൽ ഇത് ഞാൻ എഴുതി വെച്ച് പറയുന്നതല്ല, ആ ടോക്കിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് ഈ 4 പേര് അതിനകത്ത് കൂടാൻ കാരണം, ഇതിൽ ഓൾറെഡി ഞാൻ എൻ്റെ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈ എൻ്റെ ബുക്കിൻ്റെ തീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാരെ ഹീൽ ചെയ്യാൻ പറ്റും. ഹീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളുടെ അവസ്ഥ, അയാളുടെ റിലേഷൻഷിപ്പ്, മണി, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അസുഖം, ഇത് നമുക്ക് മാറ്റാൻ പറ്റും. അതിനാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചിലർ ചെയ്യുന്നു, റിക്കി മാസ്റ്റേഴ്സ് ചെയ്യുന്നു, പ്രാണിക് ഹീലിംഗ് മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഹീലിംഗ് അറിയാവുന്നവർ ചെയ്യുന്നു. എൻ്റെ ബുക്കിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഇത് അവരവർക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് കോൺട്രഡിക്ഷൻ ഉണ്ട്. ദീക്ഷയില്ലാതെ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മൾ ഇന്നലെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചത്. അപ്പോൾ ഇതിൽ വളരെ വൈഡായിട്ടുള്ള ഡിസ്കഷൻസ് വന്നു. ഇതിനകത്തൊക്കെ പലരെയും എന്താണ് പറയുന്നത്, സിദ്ധാശ്രമം അല്ലെങ്കിൽ അതുമായിട്ടുള്ള ആൾക്കാർ, പ്രഭാകര സിദ്ധി യോഗയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരെ കണ്ടവർ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെ പല പോത്തങ്കോടാശ്രമം, ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള മായമ്മ തൊട്ടുള്ള പലരെയും നമ്മൾ ഇന്നലെ ഡിസ്കഷനിൽ വന്നിരുന്നു.
വളരെ റെയറായിട്ട് മാത്രമേ അങ്ങനെയുള്ളൊരു വൈഡറായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കാറുള്ളൂ. സാധാരണ ഇപ്പോൾ 2 വ്യക്തികൾ സംസാരിച്ചാൽ അവർക്കറിയാവുന്ന ടോപ്പിക്ക് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷേ ഒരു 5-6 പേര് കൂടുമ്പോൾ അതിനൊരു വൈഡർ ഡയമെൻഷൻ വരും. ഇന്നലെ അങ്ങനെ ഒരു ചർച്ച നടന്നു. അപ്പോൾ അതിൽ കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു കാര്യം, വളരെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ളത്. വെച്ചാൽ നമുക്ക് അവരോടൊന്നും സംസാരിക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു ചർച്ചയുടെ പാർട്ടായിട്ട് എടുത്തെടുത്ത് ചോദിച്ചൊരു ചോദ്യം, അപ്പം ഞാൻ ഈ സിദ്ധികളെക്കുറിച്ച് ഓൾറെഡി ടോക്ക് ഇട്ടിട്ടുണ്ട്, ശ്രീവിദ്യാഭാസനയെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം സിൽവ മെഡിറ്റേഷൻ, മൈൻഡ് കൺട്രോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു വേൾഡ് ഫേമസ് മെഡിറ്റേഷനുണ്ട്. അപ്പം അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല, പക്ഷേ യൂട്യൂബിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ഫോണിലൂടെ ആലപ്പുഴയിലുള്ള ഒരു സിരിയമോസ് മെമ്പർ ഇതുപോലെ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ 15 വർഷം മുമ്പ് സീക്രറ്റിൻ്റെ ഒരു ബുക്ക് കൊടുത്തു. അപ്പം അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടി. അങ്ങനെ പിന്നെ എന്നെ ഒരു 1-2 മാസം മുമ്പാണ് എന്നെ രണ്ടാമത് വിളിക്കുന്നത്. അപ്പം പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം റോണ്ടാ ബെർണയുടെ മാജിക് എന്ന് പറയുന്ന ബുക്കുണ്ട്, അത് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പം അത് ചെയ്തിട്ട് നല്ല പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ 1-2 മണിക്കൂർ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം ഈ സിൽവ മെഡിറ്റേഷൻ ഞാൻ ഓൺലൈനിൽ കയറി ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു. ഇത് നമ്മുടെ റിസർച്ചിൻ്റെ പാർട്ടാണ്, കാര്യം എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഞാനൊന്ന് പഠിച്ചിട്ട് ആലപ്പുഴയിലുള്ള സാറിൻ്റെ അടുത്ത് ഇത് ചെയ്യാൻ പറയും. ഒരാഴ്ച എനിക്ക് വേണ്ടി ചെയ്യണം, എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി സാറ് ചെയ്യണം. അപ്പം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ്, അതിനകത്തൊരു റൈറ്റും ലെഫ്റ്റും ഉണ്ട്, ഒരു സ്ക്രീൻ ഇത് ചെയ്യണം. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ കയറിയാൽ അത് പഠിക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ സയൻറ്റിഫിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് പേർപ്പസ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ 380 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ, 1000 സബ്സ്ക്രൈബർ ആവുന്നു. അപ്പോൾ എന്താ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ തന്നെ ചെയ്താൽ എനിക്ക് വേറൊരാളടുത്ത് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അപ്പം വേറൊരാളിലൂടെ എൻ്റെ കാര്യം നടക്കുകയാണെങ്കിൽ എൻ്റെ ബുക്ക് എനിക്ക് പബ്ലിഷ് ചെയ്യാം. കാര്യം എൻ്റെ ബുക്കിലതാ പറയുന്നത്. അപ്പം ഇത് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തു ഒരാഴ്ച. അപ്പം ഞാനൊരു സാറിൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് ഇത് മനസ്സിൽ ഞാൻ പറയുന്ന കാര്യം ആലോചിച്ചെടുക്കണം. അതൊരു അങ്ങനെ പറഞ്ഞു. 7 days ചെയ്തു. ഞാൻ എന്നിട്ട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഇത് 370 നമ്മൾ പറഞ്ഞ് 1000 ക്രോസ് ചെയ്തു. അതെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പം ആ ആലപ്പുഴയിൽ നിന്ന് വിളിച്ച സാറിൻ്റെ ഒരു പ്രധാന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാം തിയറിയാണ് പറയുന്നത്, പ്രാക്ടിക്കലി ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഈ ലാബിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് പോലെ സാറിൽ ഇത് എക്സ്പെരിമെൻ്റ് ചെയ്തു. ഇപ്പം ഞാനിത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ കാരണം വേൾഡ് ഓവർ ഒരു 70 lakhs ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് പ്യുവർലി സയൻറ്റിഫിക്കാണ്, ഇതിനകത്ത് മാജിക് ഒന്നും ഇതിനകത്തില്ല, പ്യുവർലി സയൻറ്റിഫിക്കാണ്. നമ്മളിപ്പോൾ ജിമ്മിൽ പോയി 7 pack ആവാം, യോഗയിൽ ചെന്ന് യോഗ പഠിക്കാം, അതേ യോഗ പഠിച്ചാൽ മ്യൂസിക് പഠിക്കാം എന്ന് പറയുന്നവർക്ക് റീക്കി പഠിക്കാം, പ്രാണികീലിയും പഠിക്കാം എന്ന് പറയുന്നവർക്ക് ഒരു കാര്യമേ ഉള്ളൂ, സിൽവ മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഇതിനകത്ത് ഒരു സ്പിരിച്വാലിറ്റിയും ഇല്ല. പറയുമ്പോൾ അത് ഓപ്പണായിട്ട് പറയണം. അപ്പോൾ അത് ഇന്നലെ ഇവർ വന്നവരെല്ലാം ചോദിച്ചു എങ്ങനെയാണെന്ന്. ഞാനത് പറഞ്ഞു കൊടുത്തവർ, ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമല്ല, ഇതെല്ലാം ആ ബുക്ക് ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, അത് പറഞ്ഞു കൊടുത്തു. പിന്നെ അതൊരു കാര്യം. പിന്നെ ഒരു പ്രധാന കാര്യം ഡിസ്കസ് ചെയ്തത്, അപ്പോൾ അതിൽ 1-2 പേര് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഫ്രോഡാണ്. കാര്യം പല ആശ്രമങ്ങളും പല സ്ഥലത്തും നടക്കുന്ന ഫ്രോഡും കള്ളത്തരങ്ങളും ഒക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഞാൻ അതിനോട് ആശ്രമങ്ങളുടെ അകത്ത് നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് ആത്മീയത എന്ന് നമ്മൾ ഓരോരുത്തരും അവകാശപ്പെടുന്നു, ഞാൻ ഉൾപ്പെടെ അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നതെല്ലാം ആത്മീയതയല്ല. അപ്പോൾ അവർ ചോദിച്ചാൽ ആത്മീയത എന്താണ്? അപ്പോൾ അതിനു മുമ്പ് നമ്മളെല്ലാം ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ് 1940 ഇറങ്ങിയിട്ടുള്ള ഒരു മർഫിയുടെ ഒരു ബുക്കുണ്ട്. ഇത് ഓൾമോസ്റ്റ്
എല്ലാവരും വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ഇത് ഉപബോധ മനസ്സിനെ വെച്ചിട്ടുള്ളൊരു കളിയാണ്. അത് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ല. ആത്മീയതയാണെന്ന് ചോദിച്ചാൽ പ്യുവർ തട്ടിപ്പാണ്. ഇത് ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ ജനങ്ങളോട് പറയുന്ന കാര്യമല്ല. ആ ചർച്ചയുടെ നക്ഷല് ഇതിനകത്തോട്ട് എടുത്തിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ ചോദിച്ചു എന്താ ആത്മീയത. അപ്പം ആത്മീയത എന്ന് പറയുന്നത്, ഞാൻ ഈ ചാനലിൽ വാട്ട് ഈസ് കോൺഷ്യസ്നെസ്, എന്താണ് ബോധം, ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളതെല്ലാം അൺറിയലാണ്, അപരയാണ്, അത് സ്പിരിച്വാലിറ്റി അല്ല. അപ്പം നമ്മൾ പറയുന്ന എക്സ്പീരിയൻസ് എല്ലാം ഇതിലൂടെ വരുന്നതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ വരെയാണ്. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ളതാണ് ആത്മീയത. അപ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ പേഴ്സണാലിറ്റി, കോൺഷ്യസ്നെസ്, ബോധം, ജഡം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇതൊരു വാക്യം പിടികിട്ടത്തില്ല. അപ്പോൾ ഞാനത് എന്നിട്ടും ഇന്നലെ ചോദിച്ചപ്പോൾ പിന്നെ ആത്മീയത എന്താണ്, സിദ്ധി എന്താണ്. അപ്പം ഞാൻ ആത്മീയത പറഞ്ഞത്, നമ്മൾ ഈ വലിയ വലിയ സംസ്കൃതമൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും നമ്മളെയാണ് പഠിക്കേണ്ടത്. നമ്മുടെ ഇന്നർ ജേണിയാണ്, ബാക്കിയുള്ളവൻ പറഞ്ഞതല്ല. അപ്പം നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഇന്നലെ 6 പേരുണ്ടായിരുന്നു, നമ്മൾ ഓരോരുത്തരും നമ്മളെ എടുക്കുക. നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയെ എടുക്കുക. ആ വ്യക്തി, ഇപ്പോൾ ഉദാഹരണത്തിന് അതിനകത്ത് ഡോക്ടർ ബാലാജി നാരായണ സ്വാമി എന്ന് പറയുന്നൊരു വ്യക്തിയെ എടുക്കുക. ഈ ആളിനെ നിന്ന് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യും. ഈ ആളുടെ പോയ ജന്മങ്ങളിലൂടെ പോകും. അപ്പോൾ അതിൽ 2 പേര് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് സുഖമായിട്ടും ഈ പറയുന്ന വ്യക്തിയുടെ പോയ ജന്മങ്ങളിലൂടെ കടക്കാൻ പറ്റും. അവർ സമ്മതിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. അങ്ങനെ പോയി എവിടെ വരെ ചെന്നു? എല്ലാ ജന്മങ്ങൾക്കപ്പുറം വരെ ചെന്നല്ലോ. ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് പുറകോട്ട് പോകാൻ പറഞ്ഞു. എവിടെയാണ്? അതിന് മുമ്പ് നമ്മൾ ആനിമൽ കിങ്ഡത്തിലാണ്. അതിൽ നമ്മൾ മൃഗമായിരുന്നു, പക്ഷിയായിരുന്നു, ഇതൊക്കെ ആയിരുന്നു. കേൾക്കുന്നവർക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബുദ്ധൻ്റെ കഥ വായിച്ചാൽ മതി. ഈ ബുദ്ധനെയൊക്കെ വിശ്വസിക്കാത്തവരൊന്നും ഈ ഫീൽഡിലേക്ക് വരരുത്. കാര്യം ഇവരൊക്കെ ഇതിൻ്റെ അഗ്രഗണ്യന്മാരാണ്. അപ്പോൾ നമ്മളിതൊരു റിസർച്ച് സ്റ്റഡിയാണ്, ആരും വിശ്വസിക്കാൻ പറയുന്നതല്ല. ഈ ബുദ്ധൻ കല്യാണം കഴിക്കാൻ ചെല്ലുമ്പം അന്നറിയാമല്ലോ, ഒരു മാലയായിട്ട് ഇങ്ങനെ പോവും, ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കഴുത്തിലിടും. അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത്. ബുദ്ധന് ഭാര്യയെ കിട്ടുന്നു. മാല ഇടുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെ വെച്ച്? അന്ന് നിൻ്റെ ദേഹത്ത് പുള്ളികളുണ്ടായിരുന്നു, അന്ന് നീ മാനായിരുന്നു. ഏതാ പാസ്റ്റ് ലൈഫായി പറയുന്നത്. അപ്പം ഇതൊക്കെ പ്രൂവ്ഡാണ്. ബ്രെയിൻ ബേസിൻ്റെ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക് ആര് വായിച്ചാലും സ്റ്റെപ്പ് ഡൗൺ മെഡിറ്റേഷൻ പഠിക്കാം. തിയോസഫിയിൽ ബുക്കുണ്ട്, യൂട്യൂബിൽ ചെന്നാൽ ഇതൊക്കെ ഇന്ന് അപ്രൂവ്ഡ് സയൻസാണ് പാസ്റ്റ് ലൈഫ്. ഇതിനൊന്നും എതിർത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് പുറകോട്ട് പോകാം. അപ്പോൾ പുറകോട്ട് പോയി. ഏതാ? ഡോക്ടർ ബാലാജി നാരായണ സ്വാമിയുടെ എവിടെയാണ്? ആനിമൽ കിങ്ഡത്തിൽ. അവിടെ എന്തായിരുന്നു? മൃഗമായിരുന്നു, പക്ഷിയായിരുന്നു. ശരി, അത് കഴിഞ്ഞു. ആനിമൽ കിങ്ഡത്തിന് മുമ്പ് എന്താ? മിനറൽ കിങ്ഡം. ശരി, അതിലൂടെ പോവാം. പോയി എന്തായി? ഏത് പോയിന്റിൽ ചെന്നു? ഇതെല്ലാം ഉണ്ടാക്കിയ സൃഷ്ടിയുണ്ടായ പോയിന്റിൽ ചെന്നു. അതാണ് സയൻസ് പറയുന്നത് ബിഗ് ബാങ്. ഓക്കെ, ഇപ്പം നമ്മൾ എവിടെ കൊണ്ടുപോയി ആളിനെ കൊണ്ടുപോയി? പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അറിയുന്നവരാണേ അവർക്കിത് പറ്റും. സാധാരണക്കാർക്ക് പറ്റത്തില്ല. സാധാരണക്കാർക്ക് ഇതൊരു സിനിമ കഥ കേൾക്കുന്നതാണ്, കേൾക്കാനേ പറ്റും. ഇത് റിയലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം സൃഷ്ടിയുടെ അവിടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിനി സൃഷ്ടി ബിഗ് ബാങ് ആണല്ലോ, ആദിയിൽ ശബ്ദമാണല്ലോ. അവിടെ നിന്ന് നമുക്ക് പുറകോട്ട് പോകുന്നു. അവിടെ നിന്ന് പുറകോട്ട് പോയപ്പോൾ എന്താണ്? ഈ 6 പേരും ആ പോയിന്റിന് മുമ്പോട്ട് പോകുമ്പോൾ ഒന്നിക്കുകയാണ്. അതാണ് മാക്രോ. ഇപ്പോൾ ഇരിക്കുന്ന 6 പേരും മൈക്രോ ആണ്. ഇതാണ് സ്പിരിച്വാലിറ്റി. ഇത് ഏതെങ്കിലും പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് സ്പിരിച്വാലിറ്റി. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഇതാണ് സ്പിരിച്വാലിറ്റി. ഇരിക്കുന്നവരുടെ ഞാൻ ചോദിച്ചു, ഇതിൽ തർക്കമുണ്ടോ? തർക്കമില്ല. പിന്നെ എവിടെയാണ് തർക്കം?
ഈ ചോദ്യം ആരുടെയും ചോദിച്ചാൽ അവർ പറയും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റാത്തതൊന്നും കൊണ്ടല്ല, അവർ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുള്ളവരല്ല. ഇത് ഇന്നലെ 2 പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നടത്തുന്നവരുള്ളത് കൊണ്ട് അവരംഗീകരിച്ചു. അവരുള്ളത് കൊണ്ട് എനിക്ക് എക്സ്പെരിമെൻ്റ് നടത്താൻ പറ്റി. അപ്പം ഇനി ഈ ചാനലിൽ ഞാൻ കോൺഷ്യസ്നസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് ഇന്നലെ നടത്തിയത്. ആ എക്സ്പെരിമെൻ്റ് വിജയമാണ്. ഇതാണ് സ്പിരിച്വാലിറ്റി. ഇനി ഇതിന് സംസ്കൃതം വേണോ ഇംഗ്ലീഷ് വേണോ ഒന്നും വേണ്ട. അപ്പം ഇന്നലത്തെ ചർച്ചയിൽ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഇരിക്കുന്ന 6 പേരും തർക്കമില്ലാതെ അംഗീകരിച്ചു. അതവിടെ കഴിഞ്ഞു. അടുത്ത ചർച്ച നടന്നത് സിദ്ധികളെ കുറിച്ചാണ്. അപ്പം ഇന്നലെ ആ ചർച്ചയിൽ പ്രധാനമായി 1-2 വ്യക്തികളെ നമ്മൾ കേസ് സ്റ്റഡിക്ക് എടുത്തത്, ഒന്ന് പ്രഭാകര സിദ്ധയോഗിയല്ല, അതിനു മുമ്പ് ശ്രീധര സ്വാമി എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തു നിന്നൊരു 40 കിലോമീറ്റർ പാർവതിപുരം എന്നൊരു സ്ഥലമുണ്ട്, നാഗർകോവിലിനപ്പുറത്ത്. അതും ഇതുപോലെ യാദൃച്ഛികമായിട്ട് ഞാൻ ഒരിക്കൽ തിയോസഫിക്കൽ സൊസൈറ്റി ചെന്നപ്പം അവിടെയുള്ളൊരു സീനിയർ മോസ്റ്റ് ഒരു മെമ്പർ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരാളുണ്ട്, അപാരസിദ്ധിയാണ്, സ്വർണ്ണ വിഗ്രഹങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, അപാര കഴിവുള്ള ആളാണ്. അപ്പം ഈ സിദ്ധിയൊക്കെ നമ്മുടെ റിസേർച്ചിലുള്ളതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഇന്ത്യ മൊത്തം യാത്ര ചെയ്യും, ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അവരെ ചെന്ന് കണ്ട് ഇൻ്റർവ്യൂ എടുക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഒരു 4:30 മണിക്ക് അവിടെ ചെന്ന് ഒരു 5 മണിക്ക് കണ്ടു, ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. പക്ഷേ സിദ്ധികളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം ഇന്നലെ വന്ന ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളും ഈ വ്യക്തിയെ കണ്ടിരുന്നു. അപ്പം ഈ വ്യക്തി ഡയറക്റ്റ് ചോദിച്ചു, നമുക്ക് സിദ്ധികൾ വല്ലതും ഉണ്ടോ? അപ്പോൾ സ്വാമി പറഞ്ഞ് സിദ്ധികളൊന്നുമില്ല. ഇത് ചർച്ചയ്ക്ക് വരാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴയിലുള്ള എൻ്റെ ഫ്രണ്ട് എന്നെ ഫോണിൽ വിളിച്ചപ്പം ശ്രീധര സ്വാമിയുടെ ഒരു ബുക്കുണ്ട്, അങ്ങേര് അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്താണ്, നാണയങ്ങൾ പ്രത്യക്ഷപ്പെടുത്തി, ഇങ്ങനെ അത്ഭുത കഥകൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു യോഗിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ആ പുസ്തകം വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചപ്പം കോട്ടയത്താണ്, സ്വാമിയുടെ മോളെ കെട്ടിയിരിക്കുന്ന ആളാണ് ഫോണിൽ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. ഇപ്പം 80ഓളം ബുക്കുണ്ട്. അപ്പം ഞാനൊരു 4 ബുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ 4 ബുക്ക് അയച്ചു തന്നു. അത് വന്നു ഒരു 4-5 കഴിഞ്ഞ ആഴ്ചയാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ വന്നത്. അപ്പോൾ ആ പുസ്തകം, അപ്പോൾ ഇന്നലത്തെ ചർച്ചയ്ക്ക് മുമ്പ് എനിക്കൊരു വാശിയുണ്ടായിരുന്നു, ഈ പുസ്തകം മൊത്തം ഒന്ന് വായിക്കണം, കാര്യം സിദ്ധികളെല്ലാം ഒന്ന് ചർച്ച ചെയ്യാമല്ലോ എന്നുള്ളതുകൊണ്ട്. ആ പുസ്തകത്തിൽ കുറച്ച് ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നാണയം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇത് നേരിട്ട് ഈ നാണയം കിട്ടിയിട്ടുള്ള 1-2 പേരെ എനിക്കറിയാം, ഇവരും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വന്ന സാറ് ചോദിച്ച്, അപ്പോൾ കൈ ഇങ്ങനെ മടക്കാതെ വെച്ചിരുന്നവരുടെ കയ്യിൽ ഇത് പ്രത്യക്ഷപ്പെട്ടോ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്വാമി ജീവിച്ചിരിപ്പില്ല, അത് ചോദിക്കാനും നിവൃത്തിയില്ല. ഇത് നടന്ന സംഭവമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സിദ്ധിയല്ലേ? ഇത് സിദ്ധിയാണ്. അപ്പം അടുത്തത് ഈ പുസ്തകങ്ങളിലൊന്നും, ഇപ്പം ഞാൻ ഈ പുസ്തകങ്ങളെല്ലാം എടുത്ത് നോക്കി, ഈ ബയോഗ്രഫി, ആത്മകഥയൊക്കെ എടുത്ത് നോക്കി. ആത്മകഥയിൽ ഈ സ്വാമി പറയുന്നറിയാം, ഈ പുസ്തകം വിൽപ്പനയ്ക്കുള്ളതല്ല, ആരെങ്കിലും ഇതറിയണമെന്ന് താല്പര്യമുള്ളവർ ഇത് വായിക്കട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രം എഴുതിയിരിക്കുകയാണ്. അതിൽ ഈ സ്വാമി നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ബയോഗ്രഫി വായിക്കുമ്പോൾ ഒരു ശിവാനന്ദ സ്വാമിയെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുൽ കലാമിൻ്റെ അച്ഛൻ ഒരു ഹീലിംഗ് നടത്തുന്ന ആളാണ്. ഇതെല്ലാം വിങ്സ് ഓൺ ഫയർ എന്ന് പറയുന്ന ബുക്കിലുണ്ട്. ആൾക്കാർ വായിക്കുമ്പോൾ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ റിസർച്ച് ഇതായതുകൊണ്ട് ഞാൻ ആ പർട്ടിക്കുലർ പാർട്ട് പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും പറയുന്നുണ്ട്. ആ ശിവാനന്ദ സ്വാമിയെ കണ്ടതിന് ശേഷമാണ് ഇവരുടെ ലെവൽ അവിടെ നിങ്ങൾക്ക് ഇനിഷ്യേഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഗ്രേസ് കിട്ടിയിട്ടുണ്ട്. ഇത് അവർ അഡ്മിറ്റ് ചെയ്തില്ല, നമ്മൾ പറയേണ്ടി വരും. അപ്പം ഈ ബയോഗ്രഫിയിൽ ഋഷികേശിൽ പോകുമ്പോൾ അവിടെ ഒരാളെ കാണുന്നുണ്ട്. ആൾ അനുഗ്രഹിച്ചു. അതിലൂടെയാണ് ശ്രീധര സ്വാമികൾക്ക് ഈ സിദ്ധികൾ വരികയും ആസ്ട്രോളജിക്കലി ഭയങ്കര പ്രോഗ്രസ് ചെയ്യുന്നത്
ആ ബുക്കിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എങ്ങനെ നാണയം പ്രത്യക്ഷപ്പെടുത്തിയെന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇനി സിദ്ധികളും യോഗവും എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെയുണ്ട്. അതിനകത്തൊരു 41 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ ആ വാതിൽ തുറന്നു കൊടുക്കത്തുള്ളൂ. അത് ഞാൻ എൻ്റെ ഈ ചാനലിൽ അതിനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതൊന്നും വായിക്കാനോ ഈ വഴിക്ക് പോകാനോ അല്ല. ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബല്ല, ഇതൊരു ഫുൾ ടൈം ജോബാണ്. എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവർ ഫുൾ അവരുടെ ടൈമും എനർജിയും ഇതിൽ സ്പെൻഡ് ചെയ്താലേ ഇതിലെന്തെങ്കിലും, ഈ ബാബാജിയൊക്കെ നേരിട്ട് കണ്ട രജനീകാന്തൊക്കെ പറയുന്നത് ഈ നോൺ ഇസ് എ ഡ്രോപ്പ് എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഒരു കടലിൻ്റെ ഒരു ഒരു തുള്ളി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു കുരുടൻ ആനയെ കാണുന്നത് പോലെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കാണുന്നതും പറയുന്നത്. അൺനോൺ ഇസ് ആൻ ഓഷൻ. ഈ ഒരു പ്രൊമിസസിൽ മാത്രമേ ഇതിൽ കടക്കാവൂ. എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് കടന്നാൽ ഒരു ചക്കയും മാങ്ങയും കിട്ടത്തില്ല. ഇതൊരു ഓപ്പൺ മൈൻഡഡായിട്ട് പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ള പാതയാണ്. അപ്പം ഈ പ്രഭാകര സിദ്ധയോഗിയുടെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് പഠനമാണ്. പിന്നെ നമ്മളാണ് അത് അന്വേഷിക്കേണ്ടത്. ആ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടില്ല. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആൾക്കാരെല്ലാം യോഗികളും സിദ്ധികൾ ചെയ്തവരാണ്. മാഡം ബ്ലവസ്കിയൊക്കെ ടിബറ്റിൽ നിന്നാണ് ദീക്ഷ കിട്ടിയിട്ടുള്ളത്. ആ സ്ഥലം ഇന്നും ഉണ്ട്, ആ മോണസ്ട്രി ഇന്നും ഉണ്ട്, ആർക്ക് വേണമെങ്കിലും പോകാം. അപ്പോൾ അവിടെ നമുക്ക് പോയാൽ മാഡം ബ്ലവസ്കി ആവാമെന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സാധ്യമല്ല. അപ്പം അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് വായിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് ആ എക്സ്പീരിയൻസ് അല്ല നമുക്കുണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് അതല്ല. അത് ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇന്നലത്തെ ചർച്ചയിൽ ഫിലിപ്പം പ്രസാദിനെ കുറിച്ച് വന്നു. ഫിലിപ്പം പ്രസാദിനെ ഞാനും കണ്ടിട്ടുണ്ട്. ഫിലിപ്പം പ്രസാദിൻ്റെ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് വന്ന 1-2 പേര് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്പം പ്രസാദിനെ കുറിച്ച് രജനീകാന്ത് ബാബാജിയെക്കുറിച്ച് പറയുന്നത് പോലെ ഫിലിപ്പം പ്രസാദ് സത്യസായി ബാബയെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിനേക്കാളും അത്ഭുതങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർ സത്യസായി ബാബയെക്കുറിച്ച് പറയുന്നുണ്ട്. സത്യസായി ബാബയെക്കുറിച്ച് വളരെ മോശമായി പറയുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ അനുഭവം വെച്ചിട്ടാണ്. അപ്പോൾ ഈ അനുഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് നമ്മുടെ ആത്മീയതയിൽ കയറുമ്പോൾ, ഞാൻ ഈ ചാനലിൽ ഈ ആനി ബെസൻ്റെയൊക്കെ ഒരു തിയോസഫിയിലെ കൊച്ചൊരു ബുക്കാണ്. ഇതൊക്കെ 1908 പബ്ലിഷ് ചെയ്ത ബുക്കുകളാണ്. അതിലവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു യോഗി എടുത്ത് ചെന്നു. ട്രിവാൻഡ്രത്ത് ഒരു ആലയസ്വാമി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലെ വന്നവരും കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് പുള്ളി ചീത്ത വിളിക്കും, ഇറങ്ങി പോടാ, ഇവിടെ ഒന്നും വരരുത്, നിങ്ങൾക്ക് ഇവിടെ എന്തിനാണ് വന്നത്, ഓരോന്നും ചെന്ന് ചെയ്തിട്ട് എന്നെ ശല്യം ചെയ്യാൻ വരും. സത്യമാണ്. ഓരോരുത്തർ ചെന്ന് അർച്ചനയും മറ്റേയും ചെയ്തിട്ടേ മാറാഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഞാൻ ഒത്തിരി ട്രിപ്പ് പോയിട്ടുണ്ട് അവിടെ. അപ്പം ഇത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല എന്താണെന്നുള്ളത്. അപ്പം ഇത് ആത്മീയത എന്ന് പറയുന്നത് കാര്യസാധ്യത്തിനുള്ളൊരു സാധനമല്ല. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ആലയസ്വാമി ഇപ്പം ഇല്ല. അപ്പം വന്ന 1-2 പേര് അങ്ങേര് ഗംഭീരനാണ്. പൈസ ഏർപ്പാടുകളില്ല അവിടെ. എവിടെ പൈസ ഏർപ്പാട് വരുന്നോ അവിടെ ശ്രദ്ധിച്ചോണം. അപ്പം ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യേണ്ടതാണ്. അല്ലാതെ എല്ലാവരും ഫ്രോഡെന്നുള്ള ഒരു വേർഷൻ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ശ്രീധരസ്വാമിയുടെ ആ ഒരു ചർച്ച വന്നു. ശ്രീധരസ്വാമിയുടെ പാഠത്തിൻ്റെ പടം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എമ്മിൻ്റെ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേസ് സ്റ്റഡിയാണ്. ട്രിവാൻഡ്രത്തുള്ള ആളാണ്. അപ്പം എമ്മിൻ്റെ ഗുരുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എമ്മിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ശ്രീധരസ്വാമിയുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഓട്ടോബയോഗ്രഫിയിൽ യോഗിയിൽ ബാബാജിയുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. രജനീകാന്ത് ഇന്നും മാസത്തിലൊരിക്കൽ പോയി കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസാണ്. നമ്മൾ ബാബാജിയെ കണ്ടെങ്കിൽ നമ്മൾ പറയുക. പക്ഷെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും?
ബാബാജിയെ കണ്ട ഒരാളെ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഈ ലൈക്ക് എനർജിയുള്ള ആൾക്കാർ മാത്രമേ ഈ എക്സ്പീരിയൻസ് ഷെയറിങ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഗംഭീരമായ ഡിസ്കഷൻ നടക്കാൻ കാരണം അതിൽ 3-4 പേര് ഹീലേഴ്സാണ്. ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ശ്രീധരസ്വാമികൾ ചർച്ച ചെയ്തു. പ്രഭാകര സിദ്ധയോഗിയെക്കുറിച്ച് ഈ ബുക്കിൽ പറയുന്നുണ്ട് ശ്രീധരസ്വാമി. അതിന് ഋഷികേഷിൽ എവിടെയോ ചെന്നപ്പോൾ ഒരു മലയുടെ പുറത്ത് ഒരു പോയിന്റിൽ ഇങ്ങനെ നിൽക്കുന്നു. ഏതാ പ്രഭാകര സിദ്ധയോഗി. ഞാൻ ആ പത്തനംതിട്ട കോന്നിയിലാണ് ജോലി. എൻ്റെ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ആ സമാധി ചെന്നിട്ടുണ്ട്. അമൃതാനന്ദമയുടെ ഗുരു എന്ന് പറയുന്നു. 700 വർഷമായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് യൂട്യൂബ് പറയുന്നു. പ്രഭാകര സിദ്ധയോഗിയെ ശ്രീധരസ്വാമി കണ്ടു എന്ന് പറയുന്നു. ഒരാളല്ല, 4-5 പേര് കണ്ടിട്ടുണ്ട്. അവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സമാധി അത് ഞാനൊന്നുമല്ല. അപ്പോൾ ഇന്നലെ വന്ന ഒരാൾ പറഞ്ഞു തമിഴ്നാട്ടിൽ വെച്ചാണ് സമാധിയായത്, അവിടെ ഒരു സമാധി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പോയവരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കണ്ടവരുണ്ട്, ഇപ്പോഴും കാണുന്നവരുണ്ട്. അപ്പം നമുക്കും കാണാം. നമ്മളിതുവരെ കണ്ടിട്ടില്ല. കാണുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പം കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ കാണാൻ പറ്റുമെന്ന് തന്നെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ദയവ് ചെയ്ത് കേൾക്കുന്നവരെടുത്ത് ഇത് പരീക്ഷിച്ച് നോക്കരുത്. അതിൽ റിസ്ക് ഉണ്ട്, മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. ശ്രീചക്ര ചെയ്യരുത്, മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി. സിദ്ധികളുടെ പുറകിൽ പോകരുത്. ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇത് സാധ്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ അവിടെ ചെന്നാൽ 7 ദിവസം സെമിനാറിൽ ചെന്നാൽ നമുക്ക് അന്യഗ്രഹ ജീവികളെ വരെ കാണാൻ പറ്റും. അത് സിമ്പിളാണ്. 3rd ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്ക് കടന്നാൽ ടൈമും സ്പേസും ഇല്ല. ടൈമും സ്പേസും ഇല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി ഇല്ല. പിന്നെ എന്താ നമ്മൾ കാണുന്നത്? നമുക്ക് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇല്ല. നമ്മൾ പിന്നെ ത്രികാലികളാണ്. ശ്രീചക്രയിലെ 3 സർക്കിള് പാസ്റ്റ് പ്രസൻറ്റ് കടന്ന അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിലേക്ക് എത്താനാണ് ഈ ശ്രീവിദ്യ ഉപാസനയും ശ്രീചക്രയൊക്കെ. ഇത് വർക്ക് ചെയ്യും എന്നുള്ള സംശയം വേണ്ട. പക്ഷേ യൂസ് ചെയ്യരുത്. പിന്നെ ഇത് ആർക്കാണ്? ഇത് ഫുൾ ടൈം സ്പിരിച്വാലിറ്റിയിൽ കടക്കുന്നവർക്കാണ്. ഇത് യോഗികൾക്കുള്ളതാണ്. പാർട്ട് ടൈം ആൾക്കാർ വന്ന് ഇത് പ്രാക്ടീസ് ചെയ്താൽ ഇത് തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ ശ്രീധരസ്വാമിയുടെ ചർച്ച അങ്ങനെ ഇന്നും പാർവതിപുരത്ത് ചെന്നാൽ, അപ്പം എൻ്റെ വൈഫിന് ഇന്നലെ അവിടെ ചെന്നപ്പോൾ ശ്രീധരസ്വാമി ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ ആ ശ്രീകൃഷ്ണൻ്റെ ഈ മുഖികളിങ്ങനെ അനങ്ങിയതായിട്ട് കണ്ടതായിട്ട് വൈഫ് പറയുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അത് പറയുന്നു. അപ്പോൾ അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? സ്വാമി ചെയ്തതാണോ, വൈഫിൻ്റെ പവറാണോ, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ശ്രീധരസ്വാമിയുടെ ചർച്ച ഇന്നലെ അങ്ങനെ നമ്മൾ മാറി. പ്രഭാകര സിദ്ധയോഗിയെക്കുറിച്ച് അവിടെ വന്ന 1-2 പേര് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പല കാറ്റഗറി. 20 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 80 വയസ്സിന് മുകളിലുള്ളവരുണ്ടായിരുന്നു. പ്രഭാകര സിദ്ധയോഗി അമൃതാനന്ദമയുടെ അവിടെ വരികയും അമൃതാനന്ദമായിട്ട് പലതവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ളത് നേരിട്ട് കണ്ടവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്താണ് ഇവർ തങ്ങളിലുള്ള കണക്ഷൻ? ഇവരിൽ നിന്നാണോ ഇവർക്ക് ഇത് കിട്ടിയത്? അതൊന്നും പറയാൻ നമ്മൾ ആൾക്കാരല്ല. അതെല്ലാം അമൃതാനന്ദമായി ജീവിച്ചിരിപ്പുണ്ട്. അമൃതാനന്ദമയുടെ ടോക്കിലും ബയോഗ്രഫി എടുത്ത് നമ്മൾ വായിച്ച് നോക്കുമ്പം ആ യാത്ര നമുക്ക് മനസ്സിലാവും. അബ്ദുൽ കലാമിനും ഇത് കിട്ടിയിട്ടുണ്ട്, അമൃതാനന്ദമയ്ക്കും കിട്ടി. എന്ത് കിട്ടിയെന്ന് ചോദിക്കരുത്. അത് ആത്മീയതയാണോ കിട്ടിയത്, തന്ത്രയാണോ, മന്ത്രയാണോ, അപ്പം ദേവീ ഉപാസനയാണോ? അപ്പം അത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അടുത്തത് പിന്നെ നമ്മൾ പ്രഭാകര സിദ്ധയോഗിയെക്കുറിച്ച് പറഞ്ഞു. അതൊരു അൺടോൾഡ് സ്റ്റോറിയാണ്. ഇന്നും ആർക്കും കാണാൻ പറ്റുന്ന ഒരു അൺടോൾഡ് സ്റ്റോറിയാണ്. അതൊന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ സിദ്ധാശ്രമത്തിനെക്കുറിച്ച് ചർച്ചയിൽ വന്നു. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും കേരളത്തിൽ 2 ആശ്രമമുണ്ട്, തമിഴ്നാട്ടിലും അങ്ങനെ 5 ആശ്രമമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർ ഈ എന്തായാലും പറയുന്നത് ഒരു ഫ്രീ വേൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഒരു ഫ്രീ വേൾഡ് എന്ന്, അവിടെ പക്ഷികളെ പോലെയും മൃഗങ്ങളെ പോലെയും ഉള്ളൊരു ജീവിതം. അവർ എന്തായാലും പറയുന്നത് ഡ്രസ്സ് ആവശ്യമില്ല, സെക്സ് ഒരു ലെസ്റ്റ് ആവരുത്,
സെക്സ് ഒരു ഓപ്പൺ പ്ലേസിലാണ്, അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു, മരുന്നുണ്ടാക്കുന്നു. അത് ആർക്കും അതിനെക്കുറിച്ച് പഠിക്കാം. യൂട്യൂബിൽ ചെന്നാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, അതിൽ പല വേർഷൻസ് ഉണ്ട് അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്ന ഒരു സാറിന് അതിനകത്തുള്ള സ്വാമിമാരെ നേരിട്ടറിയാം. ഇതിൽ വന്ന ഒരാൾ നോർത്ത് കേരളയിൽ നിന്ന് വന്ന ഒരു ലേഡിയാണ്, അവർക്കും ആശ്രമത്തിനെ കുറിച്ചറിയാം. അപ്പോൾ അവർ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞു. അത് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അതാർക്കും ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കേരളത്തിൽ 2 ആശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അൺബിലീവബിൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സ്പിരിച്വാലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആ സ്വാമിയുടെ ബയോഗ്രഫി ബുക്ക് അവൈലബിളാണ്. ഞാനിതുവരെ വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ആഴ്ച ആശ്രമത്തിൽ ചെന്നിട്ട് ആ ബുക്കും കൂടെ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഈ ചാനലിലിടും. ആ സ്വാമിയും ഇതുപോലെ ഈ സിദ്ധിക് പവർ കിട്ടിയിരിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്നാണ്. ഞാൻ ആ പുസ്തകം വായിക്കാതെയാണ് പറയുന്നത്. ആ പുസ്തകം എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാൻ അതിനകത്ത് ചെയ്യാം. അപ്പം അബ്ദുൽ കലാം ആയിക്കോട്ടെ, പ്രഭാകര സിദ്ധിയോഗ ആയിക്കോട്ടെ, അമൃതാനന്ദമയ ആയിക്കോട്ടെ, എല്ലാവരിലും സത്യസായി എടുത്താലും ഷിർദിസായി എടുത്താലും ഓട്ടോബയോഗ്രഫി എടുത്താലും രമണ മഹർഷി എടുത്താലും ആരുടെ ബയോഗ്രഫി എടുത്ത് നോക്കിക്കോളൂ. തിയറിയിലൂടെ അല്ല ഇവർ കടന്നത്, ഉപാസനയിലൂടെ അല്ല ഇവർ കടന്നത്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ ചർച്ചയ്ക്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള 3 വ്യക്തികളെയാണ് ചർച്ചയ്ക്കെടുത്തത്. ഇവർക്കെല്ലാം സിദ്ധി പവർ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടി? ആദ്യത്തത് ശങ്കരാചാര്യരാണ്. അപ്പം വന്നവർക്കാർക്കും അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരറിവിൽ ശ്രീവിദ്യാ ഉപാസനയിലൂടെയാണ് കിട്ടിയിട്ടുള്ളത്. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ശങ്കരാചാര്യരുടെ ബയോഗ്രഫി ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനൊരു ബയോഗ്രഫി ഉണ്ടോ എന്ന് എൻ്റെ കയ്യിൽ ഇതുവരെ വന്നിട്ടില്ല. പലരും എഴുതിയ പുസ്തകം കാണുമായിരിക്കും. ഇത് ചോദിച്ചു എനിക്ക് എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ ഇതിലൂടെ പോയി കണ്ടെത്തിയ കാര്യമാണ്. അവിടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയതും സൗന്ദര്യലഹരി എഴുതിയതുമെല്ലാം. കാര്യം തിയോസഫിയിൽ ഓഷൻ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പം ഇതിനകത്തെല്ലാം ഒരു 64 62 സിദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെങ്ങനെ സിദ്ധികൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് അവർ പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൂടെയാണ് ശങ്കരാചാര്യർ ഇത് എനിക്ക് തോന്നുന്നു 12ാമത്തെ വയസ്സിലെങ്ങാണ്ടോ ദേഹം പിടിയാൻ പോയെന്നോ, പിന്നെ എന്തായാലും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്നോ, അങ്ങനെ 32 വയസ്സ് വരെ ഇരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സ്ഥാപിച്ച അമ്പലങ്ങളുടെ വാസ്തുവും ഇതുമൊക്കെ എടുത്ത് ചോദിച്ചാൽ ഈ ശ്രീചക്ര അതിനകത്തുണ്ട്. ഞാൻ സമർത്ഥിക്കുന്നില്ല. ശങ്കരാചാര്യ നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല. ശങ്കരാചാര്യരുടെ ബയോഗ്രഫി ഉണ്ടോയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ റിസർച്ചിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഇനി കണ്ടെത്തണം. അടുത്ത ആൾ ചട്ടമ്പി സ്വാമിയാണ്. അത് ഈ പറയുന്ന ശ്രീചക്ര കുറച്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്, ഉപാസന നടത്തിയിട്ടുണ്ട്. അതിലൂടെയാണ് കടന്നു വന്നത്. എൻ്റെ വേർഷനാണ്. അപ്പോൾ വന്ന ഒരു സാറിന് ഈ ചട്ടമ്പി സ്വാമികൾക്ക് ശ്രീവിദ്യാ ഉപാസനയുടെ ഒരു ബുക്ക് കൊടുത്ത ഒരാളുണ്ട്. അവരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ അവരിപ്പോഴും അത് പറയുന്നുണ്ട്. ബുക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇങ്ങനെ വേറെ എവിടെയോ ചെന്നാണ് ദീക്ഷ എടുത്തത്. അപ്പോൾ അത് ചട്ടമ്പി സ്വാമികളുടെ കുറേ ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോൾ തപ്പിയെടുക്കണം. അതിൽ ഉറപ്പായിട്ടും ഈ ഒരു ദീക്ഷ എടുത്ത കാര്യം പറയും. അത് ശങ്കരാചാര്യരുടെ ചരിത്രത്തിൽ അത് കാണും. ഇല്ലെങ്കിൽ അത് അൺടോൾഡ് സ്റ്റോറി ആയിരിക്കും. അതൊക്കെ നമ്മളിനി ആകാശിക് റെക്കോർഡിൽ ചെന്ന് എടുക്കേണ്ട കാര്യമാണ്. ഇപ്പം ഇന്നലെ വന്ന 2 പേര് ആകാശിക് റെക്കോർഡ് പഠിച്ചവരാണ്. അവർക്ക് ആകാശിക് റെക്കോർഡ് ടാപ്പ് ചെയ്യാൻ അറിയാവുന്നവരാണ്. അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ഞാനിത് പറയുമ്പം അവർക്കത് മനസ്സിലാവും. അപ്പം അത് ടാപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ശ്രീനാരായണ ഗുരുവിൽ എടുത്തു നോക്കി, ഞാൻ ഒരു 10-14 ബയോഗ്രഫി വായിച്ചു. അതിന് ചട്ടമ്പി സ്വാമിയെ കാണുന്നു, ശ്രീചക്രയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അയ്യാസ്വാമിയെ കാണുന്നു, മരുത്തോമലയിൽ പോകുന്നു, മരുത്തോമലയിൽ നിന്ന് 4.5 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്നു, പിന്നെ ഒരു സ്വാമിനെ കാണുന്നു, പിന്നെ ചെന്നൈക്കടുത്ത് പോകുന്നു. ഇങ്ങനെ പറഞ്ഞതല്ലാതെ ഓംകാരത്തിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു, മുരുകൻ്റെ ഉപാസനയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. ഇങ്ങനെ പല വേർഷൻ പറയുന്നതല്ലാതെ. അപ്പോൾ ഞാൻ ഇന്നലെ വന്നവരടുത്ത് ചോദിച്ചു, അവരും ഇത് പഠിച്ച് റിസർച്ച് നടത്തിയവരാണ്, എവിടെ നിന്നാണ് കിട്ടിയത്?
അവർക്ക് ഉത്തരവില്ല. അപ്പം എനിക്കും അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു. അപ്പം ഇനി ആ തമിഴ്നാട്ടിലുള്ള ആ സ്ത്രീയിൽ നിന്നാണോ കിട്ടിയത്? അപ്പം ഇനി അവരുടെ സമാധി തമിഴ്നാട്ടിൽ കാണും. അപ്പോൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തി അവിടെ പോകേണ്ടി വരും. ഇനി അയ്യാസ്വാമിയുടെ നിന്നാണോ ഇത് കിട്ടിയത്? ഇനി ചട്ടമ്പി സ്വാമിയാണോ കൊടുത്തത്? അത് വ്യക്തമല്ല. കാര്യം ഇതിനകത്തൊക്കെ ചില പൊളിറ്റിക്സ് കാണും, ചില സത്യങ്ങൾ പുറത്ത് പറയത്തില്ല. അപ്പം നമുക്കത് ടാപ്പ് ചെയ്യാൻ പറ്റും. കാര്യം ആകാശിക് റെക്കോർഡ് ആർക്കും വേണമെങ്കിലും ടാപ്പ് ചെയ്യാൻ. പഠിക്കരുത്. പഠിക്കാൻ താല്പര്യമുണ്ട് ഒരു യൂട്യൂബിൽ ചെന്ന് 49 രൂപയും 99 രൂപയും കൊടുത്താൽ 1000 രൂപയ്ക്ക് താഴെ എല്ലാം പഠിക്കാം. ടാരറ്റ് കാർഡ്, ഏഞ്ചൽ, ആദി, ഇതെല്ലാം പഠിക്കാം. പഠിക്കാമെന്ന് പറയുമ്പോഴും പഠിക്കരുതെന്ന് ഞാൻ പറയും. കാര്യം ഈ വഴിക്ക് പോയി മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ചോദിച്ചു വാങ്ങിക്കരുത്. കാര്യം ഇതെല്ലാവർക്കും ഉള്ളതല്ല ഈ മാർഗം. ഈ സിദ്ധി, പവർ, ഇതെല്ലാം ഉണ്ട്, 100% ഉണ്ട്. അതിനകത്ത് ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ, ഞാൻ ഇന്നലെയും ചർച്ചയിൽ പറഞ്ഞു, എനർജി ഉണ്ട്, മാറ്റർ ഉണ്ടെന്ന് പഠിപ്പിച്ചു. പക്ഷെ 1940 പ്ലാങ്ക് ക്വാണ്ടം ഫിസിക്സ് കൊണ്ടുവന്നല്ലോ, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. ഇതല്ലേ മിനറൽ ടു പ്ലാൻ, പ്ലാൻ ടു അനിമൽ ടു. നമ്മൾ കണക്റ്റഡ് ആണ് ഏതുമായിട്ടാണ്? കോൺഷ്യസ്നെസ്സുമായിട്ട്. എന്ത് സിമ്പിളാണ്. സ്ട്രിങ് തിയറി, സ്പ്ലിറ്റ് തിയറി. ഒരു പാർട്ടിക്കിളിനെ രണ്ടാക്കിയാൽ 2 നാണയത്തുട്ടിനെ എടുത്ത് ഒന്നങ്ങ് ചന്ദ്രനെ കൊണ്ടുപോയി ഇവിടെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവും. സ്പൂക്കി തിയറി എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം യൂട്യൂബിലുണ്ട്. ഇതൊക്കെ നമുക്ക് പരീക്ഷണം നടത്താം. ഇതെല്ലാം വർക്ക് ചെയ്യും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ശങ്കരാചാര്യർ സിദ്ധികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ശ്രീധരസ്വാമി സ്വർണം പ്രത്യക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞതുപോലെ ശങ്കരാചാര്യർ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കനകധാര സ്തോത്രം എന്നൊരു സ്തോത്രവും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മളിതിപ്പം വൈഫ് വീട്ടിൽ പറയുന്നത്, ശ്രീധരസ്വാമി എടുത്ത് പോയിട്ട് എനിക്ക് സ്വർണ്ണ നാണയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്തിന് അവിടെ പോയി വാങ്ങിക്കുന്നത്? ശങ്കരാചാര്യ പഠിപ്പിച്ചിട്ടില്ലേ? കനകധാര സ്തോത്രം പറഞ്ഞാൽ കിട്ടുമല്ലോ. കിട്ടും എന്ന് പറഞ്ഞ് അതെടുത്ത് പറയരുത്. ഞാൻ പറയാൻ വരുന്ന കാര്യം, 100% ശങ്കരാചാര്യന് പറ്റുമെങ്കിൽ, ചട്ടമ്പി സ്വാമികൾക്ക് പറ്റുമെങ്കിൽ, ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരു സിദ്ധികൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. 1, 2 ഒന്നുമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ 3-4 ബയോഗ്രഫി എൻ്റെ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കേൾക്കാം, അത് വായിക്കാം. ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിയിൽ എല്ലാ ബുക്കും ഉണ്ട്. പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട. ഇതിനൊന്നും ഫ്രീ കോപ്പി യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല, അതില്ല. അപ്പം അത് ലൈബ്രറികളിൽ എല്ലാ ബുക്കും ഉണ്ട്. അപ്പം ഞാനിതെല്ലാം എടുത്തു, ചട്ടമ്പി സ്വാമികളിലേക്ക് എടുത്തു. പക്ഷേ ചില പോർഷൻ വരുമ്പം, കാര്യം ശ്രീധരസ്വാമി തന്നെ ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞിട്ടില്ല എനിക്ക് സിദ്ധി ഉണ്ടെന്ന്. അതവർ പറയത്തില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കാണ് അതുള്ളത്. അപ്പം ഇന്നലെ ചർച്ചയിൽ ശങ്കരാചാര്യർ ചർച്ച ചെയ്തു, പിന്നെ ശ്രീവിദ്യ ഉപാസന. അപ്പോൾ ഈ വന്നവരിൽ ഒരാൾ ശ്രീവിദ്യ ഉപാസന ഇപ്പോൾ തൽക്കാലം മാറ്റി വെച്ചേക്കുകയാണ്. അവരത് എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ട് മാറ്റിവെച്ചു? എനിക്കിപ്പോൾ സമയം ആയിട്ടില്ലെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ശങ്കരാചാര്യരെ ചർച്ച ചെയ്തു. ചട്ടമ്പി, ഇതെന്തിനാണ് ഞാനിത് പറയുന്നത് പറഞ്ഞാൽ, നമ്മളൊരു കൺക്ലൂഷനിൽ എത്താനാണ്. ചട്ടമ്പി സ്വാമിയുള്ള കൺക്ലൂഡ് ചെയ്തു. അപ്പം ശ്രീനാരായണ ഗുരുവിനെയും കൺക്ലൂഡ് ചെയ്തു. എവിടെ നിന്നാണ് ഇനിസിയേഷൻ, ഈ തിയോസഫിക്കാർ ഇനിസിയേഷൻ എന്ന് പറഞ്ഞ് ഗുരു ശിക്ഷന് കൊടുക്കുന്നതാണ് ഗുരുവിൻ്റെ പവർ. അതിനാണ് ഇനിസിയേഷൻ എന്ന് പറയുന്നത്. ദീക്ഷ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഈ സ്കൂളിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിനാണ് ദീക്ഷ. ദീക്ഷ കിട്ടിയവർക്കെല്ലാം ഗുരുവിൻ്റെ പവർ കിട്ടത്തില്ല. ഇപ്പം ബാബാജിയുടെ നിന്ന് പവർ ഡിറൈവ് ചെയ്ത ആളാണ് അവകാശപ്പെടുന്നുണ്ട്. ഓട്ടോബയോഗ്രഫി, യോഗി, അത്ഭുതങ്ങളെല്ലാം ബാബാജിയിലൂടെയാണ്. അതവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സത്യസായിയുടെ ഡിവോട്ടീസ് ഉണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട്. അവർ സത്യസായിലൂടെയാണ്. അപ്പം അവർക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പം ഗുരുഗീത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദത്തിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും. അപ്പം എന്താണ് ഗുരുവിൻ്റെ കടാക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. അപ്പം ഇതിന് ചില അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പം ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഞങ്ങളെപ്പോലൊക്കെ റിസർച്ച് ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്?
നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് സിദ്ധി എവിടെ നിന്ന് കിട്ടി, നമ്മളിത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, ഇതൊരു ഡോക്ടറേറ്റ് പ്രോസസ്സ് പോലെ റിസർച്ച് ഔട്ട്പുട്ടാണ്. നമ്മളിത് ടെസ്റ്റ് ചെയ്യുവാണ്. കേരളത്തിലുള്ള ഈ 3 പേർക്ക് എവിടെ നിന്ന് കിട്ടി? ഇനി കേരളത്തിൽ ഇത് കിട്ടിയ എത്ര പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്? അപ്പം ഞാൻ ഇന്നലെ അവിടെ ചോദിച്ചു, തിരുവനന്തപുരത്ത് നമുക്ക് ആരെങ്കിലും ചെന്ന് കാണാൻ ഇന്നുണ്ടോ? അപ്പം അതിലൊരു സാറ് പറഞ്ഞ് രാവിലെ 6 മണിക്ക് ഒരാൾ ഇതുവഴി നടന്നു പോവും, പുള്ളി അവധൂതനാണ്, പക്ഷെ ഇതുവരെ സംസാരിച്ചിട്ടില്ല, അപ്പിയറൻസ് ചെയ്യുന്നത് ബോധ്യമാണ്. ഇതാണ് വിഷയം. നമുക്കിപ്പോൾ പോയി ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ഇനി ആരെങ്കിലും പറയണം ഇന്ന ആൾക്ക് സിദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾ. അപ്പം നമ്മളെപ്പോഴും പോയി കാണുന്ന ആരെയാണ്? അങ്ങനെയുള്ളവരെയാണ്. യഥാർത്ഥത്തിലുള്ളവർ, ശ്രീധരസ്വാമിയെ പോലുള്ളവർ, അവർ പുസ്തകം അച്ചടിച്ചിറക്കി പബ്ലിഷ് ചെയ്യത്തില്ല. അവർ റിയൽ കാര്യം അങ്ങനെ ചെയ്താൽ അവരുടെ പവർ പോവും. കേരളത്തിൽ എത്രയോ കേസ് സ്റ്റഡീസ് ഉണ്ട്. പവർ കിട്ടിയിട്ടുള്ള സ്വാമിമാരുടെ പവർ പോയി ജയിലിനകത്ത് പോയി എത്രയോ പേരുണ്ട്. ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരെ എടുത്താൽ മതിയല്ലോ. ജയലളിതയുടെ കാലഘട്ടത്തിൽ ജയിലിൽ പോയവരില്ലേ? ഇത് ഞാൻ പറയാൻ വരുന്നത്, നമ്മൾ ഈ യാത്രയിൽ പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് മുമ്പേ പോയവരുണ്ടെന്ന് കാണിച്ചു തന്ന സാധനങ്ങളാണ്. നമുക്ക് സാധ്യമാണോ? സാധ്യമാണ്. പക്ഷേ ഇതല്ല ആത്മീയത. ആത്മീയതയല്ല ഈ റേക്കി, ഡയറക്റ്റ് റീഡിങ്, ഏഞ്ചൽ, ഇതൊന്നും ആത്മീയതയല്ല. തിയോസഫിയിൽ ഇഷ്ടം പോലെ ബുക്കിൽ ഏഞ്ചൽസിനെ കുറിച്ച് പറയുന്നു. നമുക്ക് ഏഞ്ചൽ ഇൻവൊക്കേഷൻ പോസിബിളാണ്. ഏഞ്ചലുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഏഞ്ചലിനെ കണ്ടവരുണ്ട്. യൂട്യൂബിൽ ചെന്നാൽ അതിൻ്റെ വീഡിയോസ് കാണാം. അപാര എക്സ്പീരിയൻസ് ആണ് ഏഞ്ചലുമായിട്ട്. ഇവർ നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപാര എക്സ്പീരിയൻസ് ആണ് അതിനകത്ത്. അപ്പം നമ്മളെന്തുകൊണ്ട് ഇൻവോക്ക് ചെയ്യുന്നില്ല കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചില മതങ്ങളിനകത്ത് കിടന്നുകൊണ്ട് നമ്മളിവിടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നു, അവർ ഏഞ്ചലിനെ പ്രത്യക്ഷപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദേവീതകൾ. ഇതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിലേക്ക് എത്തണമെങ്കിൽ കോൺഷ്യസ്നെസ്സാണ്. കാര്യം സാധ്യത്തിനാണെങ്കിൽ ദേവീ ദേവതകളുടെ പുറകെ പോയിക്കോ. ഡെമി ഗോഡ്സ്, ഇംഗ്ലീഷിൽ ഡെമി ഗോഡ്സ് എന്ന് പറയും. നമ്മളെല്ലാം ഡെമി ഗോഡ്സാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, പൈസ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈസ ഉള്ള ഒരാടെ നിന്ന് കടം വാങ്ങിക്കും എന്ന് പറയുന്നുണ്ട്. ഈ പവറിൻ്റെ പുറകെ ചെല്ലുമ്പോൾ ഒരാടെ ചെന്നിട്ട് അയാളുടെ ഗ്രേസ് പിടിച്ചു പറ്റും. വിവേകാനന്ദന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ആരെങ്കിലും ആ ഒരു പഠനം സീരിയസ് ആയിട്ട് നടത്തിയിട്ടുണ്ടോ? വിവേകാനന്ദൻ. ഞാനത് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനതൊന്ന് ശ്രദ്ധിച്ചു. വിവേകാനന്ദന് എവിടെ നിന്നാണ് കിട്ടിയത്? വിവേകാനന്ദൻ ഗുരുവിനെ അന്വേഷിച്ച് കുറേ നടന്നല്ലോ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛനെയൊക്കെ പോയി കണ്ടു. അതൊന്നും സാറ്റിസ്ഫൈഡ് ആവാതെ കോളേജ് പ്രൊഫസറാണ് ഒക്കെ കണ്ടു. ഒന്നും അവസാനം രാമകൃഷ്ണ പരമഹംസനെ കണ്ടപ്പോഴാണ് എന്നെ കാണുന്ന പോലെ ഞാൻ ദൈവത്തെ കാണുന്നത്. കാളിയെ പ്രത്യക്ഷപ്പെടുത്തി കാളിയുമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോഴാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീവിദ്യ ഉപാസന വർക്ക് ചെയ്യുമോ, ശ്രീചക്ര വർക്ക് ചെയ്യുമോ എന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ദൈവം എന്നുള്ളത് അവിടെ ഡെമി ഗോഡ്സ് ആണ്, ദേവീ ദേവതകളാണ്, അത് ഏഞ്ചൽസ് ആണ്. ഇനി ജിന്നെന്നോ എല്ലാ മതത്തിലും ഇത് പറയുന്നുണ്ട്. അവർ മെസ്സഞ്ചേഴ്സാണ്, അവരല്ല കോൺഷ്യസ്നെസ്. ഇത് ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ചർച്ചയുടെ ഔട്ട്പുട്ട് നമ്മൾ ഏതൊരു സെമിനാർ നടത്തുമ്പോഴും ഏതൊരു കൂടിക്കാഴ്ചയിലും നമ്മൾ വെറുതെ വന്ന് ഒരു 4 മണിക്കൂർ സംസാരിച്ച് പോവുകയല്ല, അത് ഡോക്യുമെൻ്റ് ചെയ്യണം. എന്തിനാണ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്? ഇന്നലെ സംസാരിച്ച് പറഞ്ഞു നമ്മൾ 6 പേരല്ല, ഇനി ഇതിൽ 2 പേര് ആകാശിക് റെക്കോർഡ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ സംസാരിക്കുന്നതെല്ലാം ആകാശിക് റെക്കോർഡ് ടാപ്പ് ചെയ്തിട്ടാണ്. എന്താണ് ഈ ആകാശിക് റെക്കോർഡ്? നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഫ്രീക്വൻസിയിലൂടെ നമ്മളല്ല, നമ്മുടെ ഷാഡോ, ഏതാ ഫ്രോയിഡിൻ്റെ ശിഷ്യൻ ജുങ്, ഇതൊക്കെ ഇപ്പോൾ എടുത്തു വെച്ച് യൂട്യൂബിൽ അടിക്കുകയാണ്. ഷാഡോ എന്താണ് ഷാഡോ? അതൊരു തെറാപ്പിയുണ്ട്, ഷാഡോ തെറാപ്പിയുണ്ട്. ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേക മെഡിറ്റേഷനുണ്ട്. ഇതൊന്നും പ്രത്യേകമല്ല, ഇതെല്ലാം ഒരേ സാധനമാണ്. ഒരു ചെടിയിലെ പല ഇലയാണ് ഇതെല്ലാം. പക്ഷേ ചെടി എന്താണ്? ചെടി കോൺഷ്യസ്നെസ് അല്ല. മന്ത്ര തന്ത്ര ഇതൊന്നും സ്പിരിച്വാലിറ്റി അല്ല.
ഇത് എടുത്തെടുത്ത് പറഞ്ഞിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. നിങ്ങൾക്ക് ആവണോ ആവാം, കൃഷ്ണൻ വേണമെങ്കിലും ആവാം, പക്ഷേ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ പറ്റത്തില്ല. എന്ത് പറ്റിയ അർജുനന് കൃഷ്ണന് സ്വന്തം മക്കളെ കൊല്ലേണ്ടി വന്നു, ഭാര്യമാരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വന്നില്ല. അർജുനനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു. അർജുനന് വില്ല് പോലും എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താ? ഹനുമാൻ്റെ അവിടെ ഇവരുടെ രഥത്തിലുള്ള ഹനുമാനെ ഇളക്കി കഴിഞ്ഞപ്പോൾ പവർ പോയി. അപ്പം ഇതെടുത്ത് ഉപയോഗിക്കരുത് എന്ന് നിരന്തരം പറയുമ്പോഴും നമ്മൾ ഈ റിസർച്ച് നടത്തുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ അപകടത്തിൽ നിന്ന് വീഴരുത്, ഇതിൽ ചെന്ന് തല വെച്ച് കൊടുക്കരുത്. ഇഷ്ടം പോലെ പേർക്ക് ഭ്രാന്തായ കേസ് സ്റ്റഡീസ് ഉണ്ട് പലരുടെ അടുത്തും ചെന്നിട്ട്. ഇത് അങ്ങനെയുള്ളവർക്കല്ല. അപ്പോൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിനകത്ത് ശങ്കരാചാര്യനെ എവിടെ നിന്ന് സിദ്ധി കിട്ടി ചർച്ച ചെയ്തു, ചട്ടമ്പി സ്വാമികൾ ചർച്ച ചെയ്തു, ശ്രീനാരായണ ഗുരു ചർച്ച ചെയ്തു, യോഗാനന്ദ പരമഹംസ ചർച്ച ചെയ്തു, തിയോസഫിക്കൽ സൊസൈറ്റി എവിടെ നിന്ന് സിദ്ധി ചർച്ച ചെയ്തു. എൻ്റെ പീറ്റർ മാസ്റ്റർ ബുക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു 12 വയസ്സുള്ളപ്പം ജിത്തു കൃഷ്ണമൂർത്തി ഉറക്കത്തിൽ ഡ്രീമിൽ ആസ്ട്രൽ ബോഡി ടിബറ്റിൽ കൊണ്ടുപോയി അവിടുത്തെ മാസ്റ്റർ അന്ന് ജീവിച്ചിരിക്കുകയാണ് കൊടുത്ത മെസ്സേജാണ് ഈ ബുക്ക്. എത്ര പേര് വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. തിയോസഫി മെമ്പേഴ്സിലെ 99% ആൾക്കാരും വിശ്വസിക്കുന്നില്ല. വേണ്ട, അവർക്കിത് വർക്ക് ചെയ്യത്തില്ല. ഇത് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പിന്നെയും പറയുന്നത്, നമ്മൾ ഇന്ന് ആത്മീയത എന്ന് പറയുന്ന സിദ്ധിയും മറ്റുമൊക്കെ ആത്മീയതയല്ല. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡും സീക്രട്ട് എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷനാണ്, ലോ ഓഫ് അട്രാക്ഷനാണ്. ഇപ്പം ഞാൻ പറയുകയാണ്. അപ്പം അതിൽ ഞാൻ ഇന്നലെ ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ സാധനങ്ങൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്തു നിന്ന് ഒരു സാധനം വേറെ സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റും. മതിലിലൂടെ ഒരാൾക്ക് കടന്നു പോകാൻ പറ്റും. ടെലിപോർട്ടിങ്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരും അറിയാവുന്നവരാണ് ഇന്നലത്തെ ചർച്ചയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമായി. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ഇരിക്കുന്ന 6 പേർക്കും ഇത് പറ്റുമോ? പറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ പിന്നെ ഇത് അടുത്ത പരിപാടി എന്താ അറിയാം, ഞാൻ ചെയ്ത് കാണിക്കണം. എന്തിനു ചെയ്യണം? വേറൊരാളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പവർ കുറഞ്ഞു വരും. കാര്യം കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സൃഷ്ടിക്ക് മുമ്പത്തെയാണ്. അതാണ് ഈ മഹാഭാരത യുദ്ധം. കൃഷ്ണൻ്റെ കുലം മുടിഞ്ഞുപോയി. നമുക്കതാവണോ? അർജുനനാവണോ? അതാണോ ഭഗവത്ഗീതയുടെ മെസ്സേജ്? അല്ല. നമ്മൾ പിന്നെയും പറയാം അല്ല, നമ്മൾ അതിൻ്റെ പുറകെ പോകും. എന്നാൽ പിന്നെ നിങ്ങൾ പുറകെ പോയിക്കോ. പിന്നെ നടന്ന ചർച്ച, അതർ ബോഡീസിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരാളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെ വീട്ടിൽ നിരന്തരം ഇത് വരുന്നുണ്ട്, നിരന്തരം കാണുന്നുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. ബാക്കിയുള്ളവർ നേരിട്ട് കണ്ടിട്ടില്ല. അതിലൊരു സാറ് കണ്ടിട്ടുണ്ട്, ഒരിക്കൽ കാറിൽ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ അത് സാറിൻ്റെ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 3 പേരായി 6. ബാക്കി 3 പേരും വിശ്വസിക്കുന്നു കാണാൻ പറ്റുന്നു. ക്യാമറയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ക്യാമറയിൽ ഇത് പിടിച്ചിട്ടുണ്ട്, എൻ്റെ യൂട്യൂബിൽ പ്രൈവറ്റിൽ ഇട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ആർക്ക് വേണമെങ്കിലും അൺലിസ്റ്റ് ഇട്ടുണ്ട്, ഞാൻ അയച്ചു തരാം. അപ്പം അത് സൈക്കിക്കായിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതിൽ ചർച്ചയിൽ വന്ന സ്റ്റെപ്പ് ഡൗൺ, ഈ ടൈം സോൺ കടന്നു പോകുമ്പോഴാണിത് കാണുന്നത്. ഒന്നുമില്ല, പണ്ട് നടന്നൊരു സംഭവത്തേക്ക് നമുക്ക് ടൈമും സ്പേസും കടന്നു ചെല്ലുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ കേൾക്കാൻ പറ്റും. അതാണ് ഈ 4th ഡയമെൻഷനിലേക്ക് കടക്കുമ്പം ഈ ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ ഒക്കെ സെമിനാറിൽ പോകുന്നവർ ഏലിയൻസിനെ കാണുന്നു, മരിച്ചുപോയവരെ കാണുന്നു. അത് നമുക്കും പോസിബിളാണ്. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു അത്ഭുതവും ഇല്ല. പക്ഷേ ഇത് ചെയ്യരുത്, അതാണ് എൻ്റെ സത്യം. അപ്പം ഇത് ഈ കണ്ട എൻറ്റിറ്റീസിന് അവിടെ നിന്ന് മാറ്റുന്നതിന് യൂട്യൂബ് വഴി ഒരാളെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ 2 ലക്ഷം രൂപ ചോദിച്ചു. പൂജ നടത്താൻ കർണാടകയിൽ നിന്ന് തടി കൊണ്ടുവന്ന് പൂജ ചെയ്യണമെന്ന്. പൈസ കൊടുത്തില്ല. അവസാനം ഒരു പൈസയും കൊടുക്കാതെ സൈക്കിക് എബിലിറ്റി ഉള്ള 1-2 പേര് വീട്ടിൽ വന്ന് അതിൽ 1-2 കറക്ഷൻസ് പറഞ്ഞു. അത് കറക്റ്റ് ചെയ്തു.
കേട്ടാൽ നമുക്ക് വളരെ ഇതായിട്ട് തോന്നും, നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ. ഒരു റെഡ് ലൈറ്റ് ഇടാൻ പറഞ്ഞു. പിന്നെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ കയ്യിലുള്ളൊരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതെനിക്കറിയാം. ഫ്രീ മേസണിലും അതൊരു വളരെ താന്ത്രിക് സാധനമാണ്. അത് വെറുതെ ഇവർ കയ്യിൽ പിടിച്ചിരിക്കുന്നതല്ല. അതുപോലൊരു സാധനം എൻട്രൻസിൽ വെക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ രണ്ട് പിന്നെ ഒരു ഹോളിൻ്റെ കാര്യം പറഞ്ഞു. ഇതവിടെ ചെയ്തു, മാറി. ഇതെല്ലാ സാധനവും ഡിസ്കവറി ചാനലിൽ ഇതിനെക്കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസുണ്ട്. ഇതിനുള്ള സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുണ്ട് ഫോറിൻ കൺട്രീസിൽ. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കറക്റ്റ് ചെയ്യും. നമ്മുടെ ഇവിടെയാണ് കുട്ടിച്ചാത്ത, ഒടിയൻ. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയാണ്. കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞാൽ വിഷ്ണുമായ ഉപാസനയാണ്. ഒടിയൻ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ മന്ത്രയുടെ സാധനത്തിൽ ഇതെല്ലാം വർക്ക് ചെയ്യും. ഇതിനെ എതിർക്കരുത്. ഞാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല. അപ്പോൾ ഇന്നലെ ഈ അതർ ബോഡീസിനെ കുറിച്ച് ചർച്ച വന്നു. അത് കണ്ടവരുണ്ട്, 3 പേരുണ്ടായിരുന്നു ചർച്ചയിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചർച്ചയിൽ വന്നപ്പോൾ പറഞ്ഞത്, ചില സ്ഥലങ്ങളിൽ ഒരു വീട്ടിൽ ഇതുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറിയാൽ ഈ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് ആ വീട്ടിലുള്ളതാണ്. പക്ഷേ വീട് മാറിയിട്ട് പിന്നെയും നമുക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ അതിലാൾ പറഞ്ഞു, ആ വീട്ടിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോഴും ഇന്നലെ ചർച്ച നടന്ന സ്ഥലത്ത് വന്നപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആ സ്ഥലത്തിൻ്റെ അല്ല. ഇങ്ങനെയാണ് നമ്മളിത് റിസർച്ച് ചെയ്യുന്നത്. കേസ് സ്റ്റഡീസിലൂടെയാണ് റിസർച്ച്. അല്ലാതെ പുസ്തകം വായിച്ചത് കിട്ടത്തില്ല. പുസ്തകം വായിച്ചാൽ കിട്ടും. ഈ സൺ സയൻസ്, സ്റ്റാർ സയൻസ് പറഞ്ഞ ലിൻഡ ഗോഡ്മാൻ്റെ ബുക്കുണ്ട്. ഒരു ബുക്ക് ആസ്ട്രോളജിയാണ്. ഈ പ്രഭാരസിദ്ധിയോഗയും ആസ്ട്രോളജിയിലെ ഗംഭീരനാണ്. ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്താൽ ഇതെല്ലാം പല കാര്യങ്ങൾ. അപ്പോൾ ലിൻഡ ഗോഡ്മാൻ്റെ ഒരു ബുക്കിനകത്ത് ഒരു വീട്, അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പരീക്ഷണത്തിന് വേണ്ടി പൈസ കൊടുത്ത് ആ വീട് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരവിടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ നേരിട്ട് കാണുന്നുണ്ട്. പൈസ കൊടുത്ത് പ്രേതത്തിനെ വാങ്ങിക്കുക എന്ന് പറയുന്നത് ലിൻഡ ഗോഡ്മാൻ, വേൾഡ് ഫേമസ് ബുക്കാണ്. വായിച്ചിരിക്കേണ്ട 100 ബുക്കുകളിൽ റേറ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ് സൺ സയൻസ്, സ്റ്റാർ സയൻസ്. അപാര വ്യക്തിയാണ്. യൂട്യൂബിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഇത് റിയലാണ്. അപ്പം ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ എൻ്റെ ഒരു പ്രധാന ഈ ഔട്ടർ ബോഡി കണ്ടല്ലോ, ഇതിന് എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അത് ഏഞ്ചലാണ്, നിങ്ങൾക്ക് മെസ്സേജ് തരാൻ വന്നതാണ്. നിങ്ങൾ എന്തിനാണ് അതിനെ ഓടിക്കുന്നത്? എൻ്റെ ചോദ്യമാണ്. അതെൻ്റെ വിശ്വാസമാണ്. പക്ഷെ കണ്ടവർക്ക് ആ വിശ്വാസമില്ല, അവരതിനെ പേടിക്കുകയാണ്. അപ്പോൾ പേടിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഞാൻ ഈ ചാനലിൽ പറഞ്ഞു. നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോയാൽ നമ്മൾ പേടിച്ചാൽ പട്ടിക്ക് നമ്മളെ കാണുമ്പോൾ അറിയാൻ നമുക്ക് പേടിയാണ്. ആ പട്ടിയിലും പേടിയുണ്ടാവും. അപ്പോൾ പട്ടി നമ്മളെ ഒന്ന് കടിക്കും. അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പം ആ ബോഡീസിനെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും. ഇത് എനിക്ക് പറ്റും, പേടിയുള്ളവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടെന്താ, അവർ നമ്മളോട് അടുക്കുന്നത് അങ്ങനെയുള്ളവരെ അടുക്കത്തുള്ളൂ. ഇതിൽ ഏഞ്ചലും ഉണ്ട്, ഏഞ്ചലിക്കും ഉണ്ട്, ഡെമനിക്കും ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ദൈവഗണവും അസുരഗണവും ഉണ്ട്. കാര്യം പ്രകൃതി അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നത് അറിയാം, എല്ലാത്തിലും ഞാനുണ്ട്. രാമനും ഞാൻ തന്നെ, രാവണനും ഞാൻ തന്നെയാണ്. നമുക്ക് രാമനാണോ രാവണനാണോ നമ്മളാ തീരുമാനിക്കുക. അതാണ് അറിവ്. അതാണ് ഈ സ്പിരിച്വൽ ചാനൽ. അതാണ് ഈ ചാനലിൻ്റെ പർപ്പസേ അത് തന്നെയാണ്. ആൾക്കാർ വഴി തെറ്റരുത്. ഒരു ലൈബ്രറി ചെന്ന ഇഷ്ടം പോലെ പുസ്തകം കാണും. പക്ഷെ നമ്മൾ ഏത് ബുക്കാണ് എടുക്കുന്നത്? നമ്മുടെ തോട്ട് എവിടെയാണോ അവിടെ നിന്നാണ്. അതിനെ തഥാസ്തു അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ ഇതിൽ പ്രേതം, പിശാച്, ഏഞ്ചൽ ഡിസ്കസ് ചെയ്തു. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഞാൻ കണ്ട എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പോൾ അത് പാസ്റ്റ് ലൈഫിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഏഴ് ജ്യോത്സ്യത്തിൽ ഒരു സ്റ്റോറി എൻ്റെ പാസ്റ്റ് ലൈഫ് കണക്ട് ഉണ്ട്. ഞാനൊരു കുട്ടിയെ കൊന്നു എന്നൊക്കെ അതിനകത്ത് പറയുന്നു. ആ കുട്ടിയായിരിക്കും നിങ്ങൾ കണ്ടതെന്ന് ഞാനല്ല, ഞാൻ പലരോടും ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു. അതെന്താണെന്നൊക്കെ എനിക്ക് പറയാൻ സമയമായിട്ടില്ല. അത് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരട്ടെ. ആ കമ്മ്യൂണിക്കേഷൻ ഞാൻ ചാനലിലിടാം. അതൊരു കാര്യം. പിന്നെ അതിലൊരാൾ ചോദിച്ചത്, വളരെ യങ് ഏജുള്ള ഒരാൾ ചോദിച്ചത്, അവർക്ക് ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്.
അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എൻ്റെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ടീച്ചറാണ്, പഠിപ്പിക്കുന്ന ആളാണ്. 20 വർഷമായിട്ട് സീക്രട്ട് പഠിപ്പിക്കുന്നതാണ്. എനിക്കിഷ്ടംപോലെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് 100% വർക്ക് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് സിൽവ മെഡിറ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വേറെ ഒരാളിലൂടെ നമ്മൾ ചെയ്തു. അപ്പോൾ എൻ്റെ ബുക്കിൻ്റെ തീം അനുസരിച്ച് ഇനി എനിക്കിത് എളുപ്പത്തിൽ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ, ഞാനൊരു 10 കേസ് സ്റ്റഡി എടുത്തിട്ട് ആ 10 പേരിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അവരെ ഹീൽ ചെയ്താൽ മതി. പിന്നെ ബുക്ക് പബ്ലിഷ് ചെയ്യണ്ട, അതല്ലേ ഏറ്റവും വലിയ പബ്ലിസിറ്റി. അതോടുകൂടി പിന്നെ നമുക്ക് ഇരിക്കാനും നിൽക്കാനും സമയം കിട്ടത്തില്ല, ആൾക്കാർ നമ്മുടെ കൂടെ കൂടും. അത് വേണ്ടാന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ബുക്കാക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പം സിൽവ മെഡിറ്റേഷൻ പറഞ്ഞു. അപ്പോൾ ആ സിൽവ മെഡിറ്റേഷൻ പറഞ്ഞപ്പം ഡ്രീമിനെ കുറിച്ചൊരു ചർച്ച വന്നു. ഞാനിത് പണ്ടും പറഞ്ഞിട്ടുണ്ട്, തിയോസഫിയിലൊരു ബുക്കുണ്ട് ഡ്രീമിനെ കുറിച്ച്. ബുക്ക് എൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണ്, എവറി ഡ്രീം comes with a message. Unfortunately, we are not able to understand it. ഒന്ന് ആലോചിച്ച് നോക്കണേ, പ്രകൃതി നമ്മളുമായിട്ട് ഡൗൺലോഡ് ചെയ്യണം, യൂട്യൂബിലുണ്ട്, കേൾക്കണം. ആവശ്യക്കാർക്കാണ്, എല്ലാവർക്കും അല്ല. എൻ്റെ അടുത്ത് ചോദിച്ച അവർക്കുള്ള ഉത്തരമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മളൊന്നും അന്വേഷിക്കേണ്ട, ഒരു ബുക്കും ഒരു ആകാശിക് റെക്കോർഡും ടാപ്പ് ചെയ്യണ്ട. അരവിന്ദോടെ ബുക്കുണ്ട്, ഇതെങ്ങനെ നമുക്ക് സ്ലീപ്പ് അവേക്കനിങ്. നമ്മളിപ്പോൾ ഉറക്കത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് ഉണർന്നിരിക്കാൻ പറ്റും. അരവിന്ദോടെ ഒരു ബുക്കുണ്ട്, 30 minutes ബിഫോർ ദ സ്ലീപ്പ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ. ആ ഉറക്കത്തിൽ നമ്മൾ എല്ലാ ലോകത്തും ടൈമും സ്പേസും ഇല്ല. അതാണ് രമണ മഹർഷി പറഞ്ഞത്. എന്താണ് കോൺഷ്യസ്നെസ്? എല്ലാ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഡീപ്പ് സ്ലീപ്പിൽ. ഞാൻ സുഖമായിട്ട് ഉറങ്ങി. എത്ര നേരം ഉറങ്ങി അറിഞ്ഞുകൂടാ. ആ ഉറക്കത്തിൽ എന്ത് സംഭവിച്ചാൽ അറിഞ്ഞുകൂടാ. എന്തറിഞ്ഞുകൂടാ എന്നല്ല പറഞ്ഞു. ഒരു പുസ്തകവും പേനയും എടുത്ത് ഉറങ്ങുന്നതിൻ്റെ സൈഡിൽ വെക്കൂ. സ്വപ്നം കാണുമ്പോൾ ചില സ്വപ്നത്തിൽ നമ്മൾ ഉണരത്തില്ല, ഉണരുന്ന ഉടനെ എഴുതിയിടണം. ഞാനിതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ അത് ചെയ്യണം. ആ സ്വപ്നത്തിൽ ഒരു ആന നിങ്ങളെ ഓടിക്കുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആനയെ കണ്ടാൽ ഓടാനല്ല, അതൊരു മെസ്സേജാണ്. അടുത്ത സ്വപ്നവും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഡ്രീം ഫ്രോയിഡിൻ്റെ ഒരു ബുക്കുണ്ട്, അത് വായിച്ചവർ 3 പേര് ഇന്നലത്തെ ചർച്ചയിലുണ്ടായിരുന്നു. ഫ്രോയിഡിൻ്റെ ശിഷ്യനുണ്ട്, യുങ് എന്ന് പറയുന്നത്. യുങ് ആണ് ഈ ഷാഡോ, മറ്റ് മെഡിറ്റേഷൻ, മറ്റ് മാന്ത്രിക് കാര്യങ്ങളെല്ലാം വേറെ ലെവലിൽ. സംഭവം ഈ ഓൾഡ് വൈനിൻ ന്യൂ ബോട്ടിലാണ്. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പലരും പല പേരിട്ടിറക്കുന്നു. സംഭവം ഒന്ന് തന്നെ ഉള്ളൂ. ഈ നന്ദനൻ സിനിമയിൽ ജഗതി ശ്രീകുമാർ വലിയ സിദ്ധനാണ്. പയലത്ത് ഒഴിച്ച് പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. എന്ത് പ്രേതം, അതെല്ലാം വെട്ടിപ്പം തട്ടിപ്പോകും. ഇയാളൊരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങും. ഞാൻ ഇന്നലെ അതിവിടെ പറഞ്ഞു. ഇറങ്ങി പൈസ ചോദിക്കുമ്പോൾ ഇയാൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടൊരു ഒരു ക്രോസ് പോലൊരു വര വരയ്ക്കും. അതെന്താണ്? അത് മന്ത്ര എന്ന് പറയുന്ന സാധനമാണ്. ഈ ശ്രീചക്ര എന്നൊക്കെ പറയുന്ന സാധനം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അയാളുടെ മനസ്സിൽ അത് വരച്ചാൽ മതി. ഒരുത്തൻ അനങ്ങത്തില്ല ഒരു സ്ഥലത്തു നിന്ന്. 64 സിദ്ധി, 64 67 സിദ്ധികളുണ്ട് അതിനകത്ത്. ഇതെല്ലാം പറ്റും. ഇതാണ് ഓരോരുത്തരും എടുത്ത് കച്ചവടമാക്കി വെച്ചേക്കുന്ന സാധനം. അപ്പം ഇത് വർക്ക് ചെയ്യും. പക്ഷേ ആ വഴിക്ക് കടക്കരുത്. ഇതിപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഒരുപക്ഷെ ഞാൻ എഴുതി ഓർത്ത് പറയുന്നതല്ല, വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എനിക്കിന്നലെ പറയാൻ വിട്ടുപോയ ശ്രീധരസ്വാമിയുടെ ബുക്കിൽ അന്നലെ കളറിനെ കുറിച്ച് പറഞ്ഞു. ആയിരിക്കുന്ന 6 പേരും ആ ദിവസം ഇട്ടിരിക്കുന്ന കളറുണ്ടല്ലോ, ഡ്രസ്സിൻ്റെ കളറ്, ഇത് ആകാശിക് റെക്കോർഡുമായിട്ട് കണക്റ്റഡാണ്, അതർ ബീയിങ്സുമായിട്ട് കണക്റ്റഡാണ്, ഇത് ചക്രാസുമായിട്ട് കണക്റ്റഡാണ്. ഓരോ ചക്രയ്ക്കും ഒരു കളറുണ്ട്. ഇതെല്ലാം ഹീലിങ്ങിലൊക്കെ നമ്മൾ ഈ ബ്ലവസ്കിയുടെ ബുക്കിലെല്ലാം ഇതുണ്ട്. തിയോസഫിയിലുള്ളവരാരും ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വായിച്ചിട്ട് ഇവർ പറയാത്തതാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ താല്പര്യമുള്ളവർ ഇത് പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ വലിയ വലിയ പൂജ നടക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടില്ലേ അവർ വരയ്ക്കുന്നത്? ശ്രദ്ധിച്ചൊന്ന് നോക്കി. ഇന്ന് ജൂതന്മാരെ 2 കോടി ജൂതന്മാരേ ഇന്നുള്ളൂ. ഇവരാണ് വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരുടെ ആൾക്കാരാണ്. ടോപ്പ് ഫിനാൻഷ്യൽ റിച്ചസ്റ്റ് ആൾക്കാരെടുത്താൽ ആ 11 കോർപ്പറേഷനിൽ 4 പേരും ജൂതന്മാരാണ്, അല്ലെങ്കിൽ ജൂതൻ കണക്ഷൻ ഉള്ളവരാണ്. ഇവരുടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും വരുമ്പോൾ ശ്രദ്ധിച്ചോണേ, ബാക്കിൽ ശ്രീചക്ര എംബ്ലം ഉണ്ട്. ഇനി എവിടെ ചെന്നാലും ശ്രദ്ധിച്ചോണം, ട്രയാങ്കിളുണ്ട്. ട്രയാങ്കിൾ ശ്രീചക്രയാണ്. അത് ഇവിടെ ശ്രീചക്ര എന്ന് പറയും, ടിബറ്റിൽ വേറെ വേർഡ് പറയും. സംഭവം എല്ലാം വന്നിരിക്കുന്നത് ഈ ഏഞ്ചലും അല്ലെങ്കിൽ നമ്മൾ ദേവി ദേവത എന്ന് വിളിക്കുന്ന ഡെമി ഗോഡ്സിലൂടെ വന്നിട്ടുള്ളതാണ്. അപ്പം ഇന്നലത്തെ ഒരു ചർച്ച, അപ്പം എനിക്ക് പറയാൻ പറ്റാൻ പോയത്, ശ്രീധരസ്വാമിയുടെ ബുക്കിൽ നമ്മൾ ഈ തിങ്കൾ തൊട്ട് ഞായർ വരെ ഓരോ ദിവസവും നമ്മുടെ ശ്വാസം എങ്ങനെയായിരിക്കണം, നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതി അനുസരിച്ചിട്ടാണ് ആ ഔട്ട്പുട്ടെന്ന് ആ ബുക്കിൽ പറയുന്നുണ്ട്. അതെനിക്ക് ഇന്നലത്തെ ചർച്ചയിൽ പറയാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി ആ സാധനം. ഇതുവരെ ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ശ്രീധരസ്വാമി ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ നമുക്കത് എക്സ്പെരിമെൻ്റ് ചെയ്യണമെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുത്ത്, അങ്ങനെയാണല്ലോ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഒരു 5-6 പേരിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ ഇത് പറഞ്ഞു കൊടുക്കുകയും അവരിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നോക്കിയിട്ട് വേണം പറയാൻ. ഇതാണ് ആത്മീയത. ഇത് അവരവർ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഗൈഡില്ലാതെ ഒരു ഡോക്ടറേറ്റ് കിട്ടത്തില്ലെന്ന് പറയുന്ന നമുക്ക് ഒരു ഗുരുവില്ലാതെ കടക്കരുത്. ഗുരുവിനെ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും ചർച്ച നടത്തിയല്ലോ, ഈ ചർച്ചയിൽ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് ആളുടെ പുറകിൽ പോയിക്കോളും. എന്തായാലും ഇത് ഇന്നലത്തെ ആ മീറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ്. ഇതിന് എന്ത് ടൈറ്റിൽ കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ സ്പിരിച്വാലിറ്റി എന്നൊരു ടൈറ്റിൽ കൊടുക്കാം. ഇന്നലെ ഇല്ലാത്തവർ, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ റൂമിൽ വേറെ പലരും ഉണ്ട്. അതുപോലെ നമുക്ക് അൺസീൻ വേൾഡ് എന്ന് പറയുന്നൊരു വേൾഡുണ്ട്. അതിലൂടെയാണ് പലതും നമ്മളിലേക്ക് വരുന്നത്. നമ്മളിലേക്ക് വരുന്നത് എന്തിനാണെന്നറിയാം? പലരിലേക്ക് പോകാനുമാണ്. കാര്യം ഇവർക്ക് ഫിസിക്കൽ ബോഡി ഇല്ലല്ലോ. അപ്പോൾ അതിനാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ബാക്കിയുള്ളൊരു ലെസനായിട്ട് എടുക്കും. കാര്യം അവരുടെ എനർജി ലെവൽ അതാണ്. അപ്പം നമ്മുടെ തോട്ടും വേർഡും ഇതിലെ അവിടെ പറഞ്ഞു, ആദിയിൽ ശബ്ദമാണ് ഉണ്ടായത്. ദൈവം എന്താണ്? ശബ്ദമാണ്. നമ്മൾ ദൈവമാണോ? ആണ്. ആണെങ്കിൽ മനസ്സാ വാച കർമ്മണ നമ്മൾ പ്യുവറായാൽ മതി. ഇംപ്യുവറായാൽ നമ്മൾ ഡെമി ഗോഡ്സ് ആവും. ഇതിലേതാവണോ നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പം എന്തായാലും 63 മിനിറ്റായി. ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ വന്നവർ ഒരാൾ യൂട്യൂബിൽ കയറി, ബാക്കി 3 പേരുടെയും നമ്പർ ഞാൻ ഷെയർ ചെയ്തില്ല. ഇനിയിപ്പോൾ അവരുടെ നമ്പർ എടുത്ത് അവർക്കൂടെ അയച്ചു കൊടുക്കണം. കാര്യം ഞാൻ ആ ചർച്ചയിൽ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആഡ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.